ആദ്യമായി ഈ അപകടത്തിൻ്റെ ഇന്നലെ നടക്കുന്ന ഒരു 5:05 അപകടം ഉണ്ടാകുന്നത്. 5 മണിയോടുകൂടിയാണ് ആ അപകടം ഉണ്ടായ സമയത്ത് പുതിയ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഒരു ബസ് ജീവനക്കാരൻ ഗഫൂറുണ്ട്. ഇവിടുന്ന് ആദ്യം തീ വന്നത് ഇത് ഈ കടേൻ്റെ ഇതിൻ്റെ മുകളിൽ, ഈ തുണിക്കടേൻ്റെ അതിൻ്റെ മുകളിൽ എക്സോസ് ഫാനിൻ്റെ അതിലുള്ള കൂടെ ചെറിയൊരു കൊട്ടുമാതിരി വസ്തുണ്ട്. അപ്പോഴത്തേക്കും അപ്പുറത്ത് ആ കണ്ണൂർ ഭാഗത്തു നിന്നൊരു പോട്ടർ ഓടി. അപ്പോൾ ഞങ്ങൾ പോട്ടർ എന്താ അവിടെ നിന്ന് നോക്കി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു മൊട്ട് മാതിരി ഇങ്ങനെ തീ ഇങ്ങനെ എക്സോസ് ഫാനിൻ്റെ ഉള്ളിൽ കൂടെ കാണും. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടി, എല്ലാവരും ഓടി. ഇപ്പോൾ കടകൾ ഈ താഴത്തൊക്കെ ജ്യൂസ് കടി അതുകൊണ്ട് ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ ജ്യൂസ് കുടിക്കാൻ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഇവിടെ 3-4 ഹോട്ടലുകളുണ്ട് താഴത്ത്. ഗ്യാസ് പെട്ടെന്ന് മാറ്റി ലൈറ്റ് എല്ലാവരും ഓഫ് ചെയ്തു, എല്ലാവരും പുറത്താക്കി. എല്ലാവരും കുറച്ച് ആൾ ഉള്ളിലൊക്കെ. ഇന്നലെ സൺഡേ ആനെക്കൊണ്ട് കുറച്ച് ആൾ കുറവുണ്ടായിരുന്നു. മറ്റു മുകളിലൊക്കെ ഈ ഹോൾസെയിലിൻ്റെ കട സാരി എടുക്കാൻ അതിനൊക്കെ ഒരുപാട് ആൾ വരുന്നത്. ഇന്നലെ സൺഡേ ആനെക്കൊണ്ട് ആൾ കുറവായിരുന്നു. തീ പെട്ടെന്ന് തന്നെ പടർന്നു. തീ സെക്കൻഡ് വെച്ചിട്ടാണ് ഈ എക്സോസ് ഫാനിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട തീ പിന്നെ കാണുന്നത് അപ്പുറത്തെ എക്സോസ് ഫാൻ. അങ്ങനെ ഇത് പെട്ടെന്ന് ഇതിലാണ് പോകുന്നത്. പിന്നെ പുക വന്ന് സ്റ്റാൻഡിൽ മൊത്തം പുകയായിപ്പോയി. ഒന്നും എന്താ പറയുന്നത് സാറേ, ഞങ്ങൾ സ്പോട്ടിൽ കണ്ട ആൾ 20 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വണ്ടി വന്നപ്പോൾ വെള്ളത്തിൻ്റെ ലേശം കമ്മി ഉണ്ട് എന്നല്ലാണ്ട് വേറെ ബസ്സുണ്ട്. അന്നപ്പോൾ തന്നെ എല്ലാ പരിപാടി ആളുകൾ വെറുതെ പറയുന്നത്. ഫയർഫോഴ്സ് എത്തിയിട്ടും ഇത് പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ പറ്റില്ല. മൊത്തം തകര ഷീറ്റ് അണയ്ക്കാൻ പറ്റില്ല. തീ ഈ തകര ഷീറ്റ് കൊണ്ട് മറിച്ചിരിക്കുകയാണല്ലോ. മറിച്ചിട്ട് അവർക്ക് അങ്ങോട്ട് അടിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ഒന്നായിട്ട് ഇങ്ങനെ താത്തിട്ട് അടിച്ചിട്ടല്ല. പിന്നെ അതിനുള്ള തീ ഇതിലാ പോണേന്ന് കാണുന്നില്ല. ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കടക്കണോ? അത് കടക്കാനും പറ്റില്ലല്ലോ. ഫുള്ള് തീ ഇങ്ങനെ അങ്ങോട്ട് പോക ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ആ എക്സോസ് ഫാൻ എല്ലാ എക്സോസ് ഫാനിൻ്റെ ഉള്ളിൽ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ തീർച്ചയായും ഈ ദൃക്സാക്ഷി പറഞ്ഞത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അതായത് ഒരു 4:55 പെട്ടെന്ന് ചെറിയൊരു തീ കാണുന്നു. പിന്നീട് അത് പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ പടർന്നു പിടിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായി ഉയരുന്ന ചോദ്യം, കോഴിക്കോട് നഗരഹൃദയത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിരവധി ആളുകൾ എത്തുന്ന സ്ഥലത്ത് എല്ലാം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ആണ് ആദ്യ നില. തൊട്ട് താഴെ നിരവധി കടകളുണ്ട്, ചെറിയ പൊടി കടകളുണ്ട്, ചായക്കടകൾ ഉൾപ്പെടെയുള്ള ചെറിയ മെഡിക്കൽ ഷോപ്പുകളുണ്ട്. അങ്ങനെ നിരവധി നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. ഇത്തരം ഒരു സ്ഥലത്ത് എങ്ങനെയാണ്, നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഒരു തകര ഷീറ്റ് കൊണ്ട് കൂടുതൽ ഭാഗം ഇങ്ങോട്ട് എടുത്തിരിക്കുന്നു. ഇവിടെ തന്നെയാണ്, ഇവിടെയുള്ള എക്സോസ് ഫാനിൽ നിന്നാണ് ആദ്യമായി തീ ഉയർന്നതെന്നാണ് ഇപ്പോൾ ബസ് ജീവനക്കാരനായ ഗഫൂർക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ഈ തകര ഷീറ്റ് കൊണ്ട് എക്സ്ട്രാ അധികമായി കെട്ടിടം ഇങ്ങോട്ട് നീട്ടിയെടുക്കാനുള്ള അനുമതി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുമ്പോൾ കെട്ടിടത്തിന്റെ ഭാഗമല്ല ഇത്. അത് പിന്നീട് ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ എടുത്തിരിക്കുകയാണ് തകര ഷീറ്റ് വെച്ചുകൊണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാരണമായി, അതായത് തീപിടുത്തത്തിൽ ഉണ്ടായി അത് അണയ്ക്കാനുള്ള കാലതാമസം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റ് സുരക്ഷാ ജീവനക്കാരും എല്ലാം ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ ചുറ്റുപാടും മറച്ചിരിക്കുന്ന തകര ഷീറ്റുകളാണ്. ഇതിനകത്തേക്ക് വെള്ളം ഫയർ ചീറ്റി എത്തിക്കാനുള്ള ഒരു സാവകാശം എടുത്തു, അല്ലെങ്കിൽ അതിന് കഴിയാതിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് ഈ തകര ഷീറ്റുകളൊക്കെ പൊളിച്ചു മാറ്റിയാണ്, JCB എത്തി പൊളിച്ചു മാറ്റിയാണ് ഇങ്ങോട്ട് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ സമയമെടുത്തത് ഏകദേശം 4-5 മണിക്കൂർ സമയം തീ ഒരു പരിമിതമായ തോതിൽ നിയന്ത്രണ വിധേയമാക്കാൻ പോലും ഈ സമയമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊക്കെ ആരാണ് അനുമതി നൽകിയത്? ഇങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇങ്ങനെ കെട്ടിടം അധികമായി നീട്ടിയെടുക്കാനും അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഈ തരത്തിലുള്ള ഈ തകര ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ കെട്ടിടം വികസിപ്പിക്കാനുമൊക്കെ ആരാണ് അനുമതി നൽകിയത്? കോർപ്പറേഷൻ അധികാരികൾ കണ്ടിട്ടും കണ്ണടച്ചതാണോ? ഒപ്പം തന്നെയാണ് ഈ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഫയർ എക്സ്റ്റിംഗ്വിഷ് ഉൾപ്പെടെയുള്ള പ്രാഥമികമായ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ, ഉപകരണങ്ങളൊന്നും ഈ കെട്ടിടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുകൂടി വിലയിരുത്തിയിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്, പ്രാഥമികമായും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിലുള്ള കാര്യം തന്നെയാണ്. കോഴിക്കോട് നഗരത്തിൽ ഇതാദ്യമല്ല, പലതവണ ഇത്തരം അപകടങ്ങൾ, ഈ തീപിടുത്തവും വലിയ ദുരന്തങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അപ്പോഴൊന്നും കണ്ണു തുറക്കാൻ നമ്മുടെ സംവിധാനങ്ങളിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് വളരെ ഗൗരവത്തിലുള്ളതാണ്. ഇത് പ്രാഥമികമായും ഇത് ഏറ്റവും പ്രധാനമായുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതായത് ഇങ്ങനെയൊരു തീപിടുത്തം പല സമയത്തും നമ്മൾ ഉണ്ടാവാറുണ്ട്, നമ്മളതിനെ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളൊക്കെ അത് നേരിടാനുള്ള പര്യാപ്തരാണ്, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാണ്. പ്രാഥമികമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ബീച്ച് ഫയർ സ്റ്റേഷൻ്റെ പ്രവർത്തനം നിലച്ചതുമായി ബന്ധപ്പെട്ട പരാതികളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നാട്ടുകാരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഈ ബസ് ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഫയർഫോഴ്സ് എത്താൻ വൈകി എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ആക്ഷേപത്തിന് വകയില്ല എന്നുള്ളത് തന്നെയാണ്. 10-15-20 മിനിറ്റിനകം ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർക്ക് വെള്ളം പരിമിതമായിരുന്നു എന്നുള്ളൊരു പ്രശ്നം തന്നെയായിരുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീച്ച് ഫയർ സ്റ്റേഷൻ്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് അക്കാര്യത്തിലുള്ള ഒരു വലിയ വീഴ്ച അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനൊപ്പം തന്നെ അതിലേറെ ഗൗരവത്തിലുള്ളതാണ് ഈ കെട്ടിടത്തിന് ഫയർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള അനുമതികൾ. അത് വികസിപ്പിക്കാനും കൂടുതൽ ഈ തകര ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ചുറ്റുപാട് മറയ്ക്കാനും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കെട്ടിടത്തിന് ചുറ്റുപാട്
വലിയ വലിയ ഫ്ലക്സ് പരസ്യ ബോർഡുകളുണ്ട്. അത് ഫ്ലക്സ് ബോർഡുകളുണ്ട്, പ്ലാസ്റ്റിക് ഷീറ്റുകളുണ്ട്, ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും വലിയൊരു സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഫയർഫോഴ്സ് സംഘം എത്തുമ്പോൾ പോലും അവർക്ക് തീ അണയ്ക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു ആ കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിക്കൂറുകൾ നീണ്ടുപോയതിന്റെ ഒരു കാരണവും അത് തന്നെയാണ്. പിന്നീട് JCB എത്തിയാണ് ഇത്തരത്തിൽ അത് പൊളിച്ചു മാറ്റിയ ശേഷമാണ് വെള്ളം അകത്തേക്ക് ചീറ്റാൻ വരെ സാധിച്ചത്. എന്തായാലും ആ കഴിഞ്ഞ ദിവസത്തെ ആളുകൾ തീപിടുത്തമുണ്ടായ സമയത്ത് ചില ആളുകളുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കണ്ടുവരാം. 5:26 ഫയർ സർവീസ് എത്തിയത്. 5:26 വന്ന് 3 വണ്ടി വന്നതല്ലാതെ ഈ 4 വണ്ടിയിൽ ആകെ വെള്ളടിച്ച വെള്ളം കഴിഞ്ഞ് വെള്ളമില്ല. ഇത് ഫുള്ള് തുണിക്കടയാണ്. ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇവിടെ കത്തിയിട്ടുണ്ട്? ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പം മൊത്തത്തിൽ കത്തി നോക്കണം. നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റും.